നമസ്കാരം. പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗം, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ സർക്കാരിനുള്ള സമ്പൂർണ്ണ അധികാരം, രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഒരു ടി.എൻ. ശേഷനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നിക്കും. നിരവധി തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. എന്നാൽ ശേഷനെ പോലുള്ളവർ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞ അതേ ടി.എൻ. ശേഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിന് ശേഷം രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കളുടെ അതിരുവിട്ട വിദ്വേഷ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടാണ്. ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും എന്തു ചെയ്തു? പ്രതിപക്ഷത്തിൻ്റെത് പലപ്പോഴും ഇത്തരത്തിലുള്ള കാതലായ ചോദ്യമാണ്. ഇവിടെയാണ് അസാമാന്യ കാര്യശേഷിയുള്ള സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്താനായി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ടി.എൻ. ശേഷൻ്റെ പേര് വീണ്ടും ഉയർന്നു വരുന്നത്. 2022 നവംബറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമന സംവിധാനം പരിഷ്കരിക്കണമെന്ന ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ടി.എൻ. ശേഷനെ പോലുള്ളവർ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ് എന്ന പരാമർശമുണ്ടായത്. പിന്നാലെ കേന്ദ്രം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമം പരിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന പാനലിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പുറത്താകും. പകരം കേന്ദ്രമന്ത്രി ഇടം പിടിക്കുന്നു. ശേഷം നടക്കുന്ന ആദ്യ പൊതു തിരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാകുമോ എന്ന് സംശയം തോന്നുന്നത് അപ്പോൾ സ്വാഭാവികമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചങ്കുറപ്പിൻ്റെ പേരാണ് ടി.എൻ. ശേഷൻ. ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിനെ അടയാളപ്പെടുത്തുന്നത് തന്നെ ടി.എൻ. ശേഷന് മുൻപും പിൻപും എന്ന നിലയിലാണ്. 1990 ഡിസംബറിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷൻ ചുമതലയേൽക്കുന്നത്. ശേഷൻ്റെ വരവോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രീതി മാറുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് എന്നും അതിൻ്റെ അധികാരം എത്രമാത്രം വലുതാണ് എന്നും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൊതുജനങ്ങളും അനുഭവിച്ചറിഞ്ഞു. ചന്ദ്രശേഖറായിരുന്നു ശേഷൻ ചുമതലയേൽക്കുമ്പോൾ പ്രധാനമന്ത്രി. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ 150ഓളം പിഴവുകൾ ഇല്ലാതാക്കുന്നതിന് പരിഷ്കാരങ്ങളും ചട്ടങ്ങളും നിർദ്ദേശിച്ച് 32 പേജുള്ള മാർഗനിർദ്ദേശം സമർപ്പിച്ചുകൊണ്ടായിരുന്നു ശേഷൻ്റെ തുടക്കം. എന്നാൽ ഈ നിർദ്ദേശം സർക്കാർ അവഗണിക്കുകയായിരുന്നു. പക്ഷേ ടി.എൻ. ശേഷൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. 1993 9 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ശേഷൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നതിനായിരുന്നു ആദ്യ നടപടി. തിരഞ്ഞെടുപ്പ് പട്ടിക തയ്യാറാക്കൽ, പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിലെ പിഴവുകൾ, നിർബന്ധിത തിരഞ്ഞെടുപ്പ് പ്രചാരണം, നിയമപരിധിയിൽ കൂടുതൽ പണം ചിലവാക്കൽ, ബൂത്ത് പിടുത്തം തുടങ്ങി 100-ലധികം ക്രമക്കേടുകൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നു. കമ്മീഷൻ നിയമിച്ച ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ബൂത്തുകളിൽ റോന്നു ചുറ്റി. ഫലം 9 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതുവരെ കാണാത്ത തരത്തിൽ അച്ചടക്കത്തോടെ നടന്നു. ഇതോടെ രാജ്യം ടി.എൻ. ശേഷൻ എന്ന പേര് ശ്രദ്ധിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രായപൂർത്തിയായ എല്ലാ വോട്ടർമാർക്കും തിരിച്ചറിയൽ കാർഡ് നൽകാൻ ടി.എൻ. ശേഷൻ എന്നൊരാൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കസേരയിൽ എത്തേണ്ടി വന്ന രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് ഉത്സവം നാഥനില്ലാതെ നടക്കേണ്ടെന്ന് ശേഷൻ തീരുമാനിച്ചത് വളരെ കൃത്യമായിരുന്നു, ഉറപ്പിച്ചിരുന്നു. എന്തിനും നിയമപുസ്തകം മാത്രം നോക്കി നീങ്ങുന്ന പരുക്കൻ ബ്യൂറോക്രാറ്റിന് മുന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ അന്തം വിട്ടുന്നു. സർക്കാരിൻ്റെ സൗകര്യം നോക്കി തിരഞ്ഞെടുപ്പ് നടത്തുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ശേഷൻ്റെ കാലത്ത് കാണാതായി എന്നുള്ളതാണ് പ്രത്യേകത. 1950 ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ സുകുമാർ സെൻ നയിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമുതൽ ശേഷൻ്റെ മുൻഗാമി V.S. രമാദേവി നയിച്ച 9ാം കമ്മീഷൻ വരെ ശ്രമിച്ചിട്ട് നടപ്പാക്കാൻ കഴിയാത്ത പരിഷ്കാരങ്ങളാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ എന്ന ഈ പാലക്കാട്ടുകാരൻ നടപ്പാക്കി കാണിച്ചു കൊടുത്തത്. നോക്കുകുത്തിയായ കമ്മീഷന് മുന്നിൽ തുടരുന്ന മോദിയുടെ വിദ്വേഷ പ്രചരണം ശേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളിൽ ഒന്ന് തിരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച നേട്ടമായിരുന്നു. ഒരു സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പിന് ചെലവാക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിച്ച നിയമം കോടിക്കണക്കിന് പണം തിരഞ്ഞെടുപ്പ് കാലത്ത് ഒഴുക്കുന്നതിന് വിലക്കേർപ്പെടുത്തുന്നു. കൃത്യമായ കണക്ക് കൊടുത്തില്ലെങ്കിൽ അയോഗ്യരാക്കുമെന്ന ചട്ടം വായിച്ച് സ്ഥാനാർത്ഥികൾ വിരണ്ടു പോകുന്ന കാലം. ഭരണകൂടത്തെ വരച്ച വരയിൽ നിർത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അന്ന് പൊതുജനം പിന്തുണയ്ക്കുകയാണ് എന്ന തിരിച്ചറിവ് സർക്കാരിനെ പോലും അങ്കലാപ്പിലാക്കി എന്നുള്ളതാണ്. ഭരണഘടനയുടെ സംരക്ഷണവും ജനപിന്തുണയും ഇല്ലായിരുന്നുവെങ്കിൽ ശേഷനെ ഭരണകൂടം രാഖ്യരാമാനം പുറത്താക്കിയനെ എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, രാജ്യസഭാ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംക്ഷിപ്തമാക്കുകയായിരുന്നു ശേഷൻ്റെ മറ്റൊരു നീക്കം. സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളാണ് രാജ്യസഭാംഗങ്ങൾ. സംസ്ഥാനങ്ങളിൽ സ്ഥിരമായി താമസിക്കുന്നവരെയാണ് ഓരോ സംസ്ഥാനത്തെയും നിയമസഭാംഗങ്ങൾ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കേണ്ടത് എന്നുള്ളതാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്ക് മാത്രം ഇത് ബാധകമല്ല എന്നുള്ളത്. മിക്ക അംഗങ്ങളും ഇത് ലംഘിച്ചത്, അത് മനസ്സിലാക്കിയത് ശേഷൻ ഭരണഘടനാ ലംഘനത്തിന് നോട്ടീസ് അയച്ചപ്പോഴാണ്. അസമിൽ നിന്ന് ജയിച്ചുവെന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനും കിട്ടിയ ഒരു നോട്ടീസ്. അദ്ദേഹത്തിൻ്റെ താമസം അസമിലല്ല എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇതോടെ എല്ലാ രാഷ്ട്രീയക്കാരും ശേഷനെതിരായി തിരിഞ്ഞു.
ആ കാലത്ത് ശേഷൻ പറഞ്ഞു, ഞാനൊരു പന്താണ്, ശക്തിയായി തറയിലെറിഞ്ഞാൽ ഇരട്ടി ശക്തിയായി ഞാൻ തിരികെ വരുമെന്ന്. പുലിവാല് പിടിച്ച സർക്കാർ അന്നത്തെ ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ അംഗത്വം പോകാതിരിക്കുവാനൊടുവിൽ നിയമം മാറ്റി എഴുതിച്ചു. 1996 ശേഷൻ വിരമിക്കുകയും ചെയ്തു. ശേഷൻ്റെ പാത അതേപടി പിന്തുടരാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് വന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കണിശമായ നിലപാട് സ്വീകരിക്കുന്നതിൽ പിന്നോട്ട് പോയില്ല. പക്ഷേ മോദി യുഗത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയപ്പെടുന്നത് കളി നിയന്ത്രിക്കുന്നത് BJP-യാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കളിയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നതൊരു ചോദ്യമായി വരികയും ചെയ്യുന്നുണ്ട്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണെങ്കിൽ, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് 4 ദിവസത്തിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ തുടക്കത്തിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ കമ്മീഷനെ കണ്ടിരുന്നു. എന്നാൽ ഒരു നടപടിയും എടുത്തില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ ഏജൻസികളുടെ ഉൾപ്പെടെയുള്ള നിയന്ത്രണം കമ്മീഷൻ ഏറ്റെടുക്കണമെന്നതായിരുന്നു അവരുടെ ആവശ്യം പോലും. മൻമോഹൻ സിംഗ് അന്ന് പറഞ്ഞതും വർഗീയവാദികൾ കേട്ടതും മറ്റൊന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതിരൂക്ഷമായിട്ടുള്ള വർഗീയ പരാമർശമായിരുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ പ്രധാനമന്ത്രി പോയിട്ട് പ്രധാന രാഷ്ട്രീയ നേതാക്കൾ പോലും പറയാത്ത കാര്യമാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ പറഞ്ഞത് എന്നുള്ളത് പ്രതിപക്ഷ ആരോപണമായി നിലനിൽക്കുകയും ചെയ്തു. രാജ്യത്തെ പ്രധാന ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള മുസ്ലിം സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുകയും നുഴഞ്ഞുകയറ്റക്കാരായി ചിത്രീകരിക്കുകയുമാണ് പ്രധാനമന്ത്രി ചെയ്തത് എന്ന് അവർ വാദിക്കുന്നു. ഇതിനു പുറമെ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയാത്ത കാര്യങ്ങൾ അവരുടെ പേരിൽ ആരോപിച്ചും കുപ്രചരണം നടത്തുകയുണ്ടായി. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പ്രസ്താവനയെ സന്ദർഭത്തിൽ അടർത്തി പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. എന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനത്തിലാകുന്നു. TN ശേഷൻ നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ട നിരവധി പരാതികൾ ഒരു തീരുമാനവും BJP-ക്കെതിരെ എടുക്കാൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതിനാൽ എല്ലാ അർത്ഥത്തിലും വിദ്വേഷ പ്രചരണമായിരുന്നുവെങ്കിലും ഇതിനെതിരെയും നടപടിയെടുക്കുവാൻ കമ്മീഷൻ തയ്യാറാകുമെന്ന് കരുതാനാവുകയുമില്ല. തമിഴ്നാട്ടിൽ മോദി ഹിന്ദുമതവും ശിവശക്തിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കമ്മീഷനെ സമീപിച്ചിരുന്നു. ഇവിടെയും മതമാണ് പ്രചരണത്തിന് ഉപയോഗപ്പെടുത്തിയത് എന്ന് അവകാശവാദം ഉന്നയിക്കുന്നു, ആരോപണം ഉന്നയിക്കുന്നു. എന്നാൽ ഒരു തരത്തിലുള്ള നടപടിയും എടുക്കുവാൻ കമ്മീഷൻ തയ്യാറായില്ല എന്നുള്ളതാണ്. കമ്മീഷൻ്റെ നിയമനത്തിൽ സർക്കാരിനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അധികാരമാണ് ഇതിന് കാരണമെന്ന് ഇപ്പോഴും കരുതേണ്ടിയിരിക്കുന്നു. നേരത്തെ പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ് എന്നിവർ ചേർന്ന സമിതി വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനെന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ വിധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമത്തിൽ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുകയും പകരം ഒരു മന്ത്രിയെ ഉൾപ്പെടുത്തുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ വിധിയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമായിരുന്നു മോദി സർക്കാരിൻ്റെ തീരുമാനമെന്ന് പറയേണ്ടി വരും. ഇതോടെ കമ്മീഷൻ്റെ നിയമനം പൂർണ്ണമായി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് 2 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിയമിച്ചത് എന്നുള്ള പ്രത്യേകതയുമുണ്ടായി. ഇതിൽ ജ്ഞാനേഷ് കുമാർ എന്ന കേരള കേഡറിലുള്ള IAS ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ അമിത്ഷായുമായി അടുപ്പമുള്ള ആളാണ് എന്ന ആരോപണമുണ്ടായിരുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിൽ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം കാശ്മീരുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങളിൽ 370-ാം വകുപ്പ് റദ്ദാക്കുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ചുമതലയായിരുന്നു വഹിച്ചുകൊണ്ടിരുന്നതെന്ന് പറയപ്പെടുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള ട്രസ്റ്റ് സർക്കാർ രൂപീകരിച്ചപ്പോൾ ജ്ഞാനേഷ് കുമാർ ആയിരുന്നു അതുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ നിയമ വ്യവഹാരങ്ങളും കൈകാര്യം ചെയ്തത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സുഖ്ബീർ സിംഗ് സദ്ദു ഗഡ്കരിയുടെ കീഴിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ചെയർമാനായിരുന്നു. പിന്നീട് ഉത്തരാഖണ്ഡ് ചീഫ് സെക്രട്ടറിയായി. ഉത്തരാഖണ്ഡിലെ വിവാദമായിട്ടുള്ള ഏക സിവിൽ കോഡിൻ്റെ രൂപീകരണത്തിന് ഇദ്ദേഹം വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ സർക്കാരുമായി അടുപ്പമുള്ള അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് കമ്മീഷണർമാരായി നിയമിച്ചത് എന്നുള്ളതാണ്. നരേന്ദ്രമോദി 2019 തിരഞ്ഞെടുപ്പിന് മുൻപ് മോദി മഹാരാഷ്ട്രയിൽ നടത്തിയ പ്രസംഗവും ചട്ടലംഘനമെന്ന ആരോപണം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പുൽവാമയിലെ സൈനികർക്ക് വേണ്ടി BJP-ക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു മോദി അന്ന് ആവശ്യപ്പെട്ടത്. അന്ന് കമ്മീഷൻ്റെ മുന്നിൽ പരാതിയായി എത്തിയപ്പോൾ 2 കമ്മീഷൻ അംഗങ്ങൾ മോദിയെ പിന്തുണച്ചു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്നാൽ അശോക് ലവേസ എന്ന കമ്മീഷൻ ചട്ടലംഘനമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗമെന്ന് കണ്ടെത്തുകയുണ്ടായി. തൻ്റെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തണമെന്ന അശോക് ലവേസയുടെ ആവശ്യം പക്ഷേ തിരസ്കരിക്കപ്പെടുകയായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിന് കമ്മീഷനിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് രാജിവെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനത്തെ BJP അതിൻ്റെ ഏജൻസിയാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ മാറ്റിയിരിക്കുന്നു എന്നുള്ള ആക്ഷേപവും നേരിടേണ്ടി വന്നു. രാജ്യം നിർണായകമായിട്ടുള്ള ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് നാഥനില്ലാതെ, അർത്ഥമില്ലാതെ, ഭരണകക്ഷിയുടെ താല്പര്യത്തിന് അനുസരിച്ച് മാറ്റപ്പെടുമ്പോൾ ഉറപ്പായും നമ്മൾ TN ശേഷനെ മിസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓർക്കും. എന്താണ് നിയമം? അത് ഞാൻ നടപ്പാക്കി എന്ന് മാത്രം, പക്ഷേ നിയമം നിങ്ങൾ അനുസരിക്കുക തന്നെ വേണം എന്നുള്ളത്. TN ശേഷനും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമൊക്കെ ഒരു ഓർമ്മയായി നിൽക്കുമ്പോഴും
വിദ്വേഷ പ്രസംഗങ്ങളോ പെരുമാറ്റച്ചട്ടങ്ങളോ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിന് അത് തടസ്സമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും.